ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് മധുരക്കപ്പ കൊണ്ടുള്ള ഒരു ഉലർത്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. മധുരക്കിഴങ്ങ് ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മധുരക്കിഴങ്ങ് വേവിച്ചും കറി വെച്ചൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെയോ ഉച്ചക്കോ രാത്രിയോ ഏത് സമയത്തും നമുക്ക് കഴിക്കാം. കുറച്ച് ചേരുവ കൊണ്ടുണ്ടാക്കുന്ന ഈ ഉലർത്ത് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ മധുരക്കപ്പ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ നിറത്തിലുള്ളതാണ്. പല കളറിലും കിട്ടും, വെള്ള നിറത്തിലുള്ളതും പിന്നെ ഓറഞ്ച് കളറിലൊക്കെ കിട്ടും. ഇപ്പം ഞാൻ ആ മധുരക്കപ്പ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കഷ്ണങ്ങളാക്കിയ കപ്പ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കഷ്ണങ്ങളാക്കിയ മധുരക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളത്തിൽ വേവിച്ചാൽ മതിയാകും. കഷ്ണങ്ങളുടെ താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതിയാകും. 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, അതിൽ കൂടുതൽ ഒഴിക്കേണ്ട. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം തിളച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. മധുരക്കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഹീറ്റിൽ നമുക്കിത് കുക്ക് ചെയ്യാം. വെളുത്തുള്ളി ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് വേണ്ട ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കാം. നമ്മൾ മധുരക്കപ്പ വേവിക്കാൻ വെച്ചത് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള നന്നായിട്ട് വഴന്ന് ഇതുപോലെ മുരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കേണ്ട. കപ്പ വെന്ത് വരുമ്പോഴേക്കും നല്ല മഞ്ഞ നിറമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മഞ്ഞ നിറമാകണ്ട. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ തരിയായി പൊടിച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുരുമുളക് പൊടിക്ക്. ഇനി ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ചെറുതായി കട്ട് ചെയ്തത്. പച്ച നിറത്തിലുള്ളതും മഞ്ഞ നിറത്തിലുള്ള പച്ചമുളകുമാണ് ചേർത്തത്. ഇനി കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുരുമുളകിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മധുരക്കപ്പ അതിൽ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ചപ്പോൾ കണ്ടോ മധുരക്കപ്പ മഞ്ഞ നിറമാണ്. ഇതിൻ്റെ കൂടെ കൂടുതൽ മഞ്ഞൾ ചേർത്താൽ ഒത്തിരി മഞ്ഞ നിറമായി പോവും. മഞ്ഞളൊന്നും ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചത് കേട്ടോ. കണ്ടോ, ഇതുപോലെ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ കപ്പ വേവിച്ചെടുക്കാൻ. അപ്പം മസാലയുമായി മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ആ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും. മസാലയൊക്കെ നന്നായിട്ട് ഈ കഷ്ണങ്ങളിൽ പിടിക്കുകയും ചെയ്യും. പെട്ടെന്ന് വേകുന്ന ഒരു കിഴങ്ങാണ് മധുരക്കപ്പ. അതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർത്ത് ഇത് വേവിക്കരുത്. അപ്പോൾ അധികം വെള്ളം വയ്ക്കാതെ വേവിച്ചാലേ നമുക്ക് ഇതുപോലെ ഉലർത്തിയെടുക്കാൻ പറ്റുള്ളൂ. മസാല ഒക്കെ നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ മധുരക്കപ്പ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് വെറുതെ വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. മധുരക്കപ്പ ആയതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് നമ്മളിത് കഴിക്കുന്നത്. സാധാരണ പുഴുങ്ങി ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. വളരെ നല്ലതാണ്.
ഷുഗർ കുറയാനും BP കുറയാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.